the other side of cabin crew life. ഫുഡ് കിട്ടൂലല്ലോ അല്ലെങ്കിൽ കടടച്ച് പോകുമെന്നുള്ളൊരു രീതിയിൽ ബൈ പറയാൻ പോവാം. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ എൻ്റെ പേര് ബ്ലേസി. ഞാനൊരു ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ ഉള്ളത് സിഡ്നിയിലാണ്. ഞാനിപ്പോൾ ലാൻഡ് ചെയ്തുള്ളൂ. നോക്കാം, ഞാനിപ്പോൾ ലാൻഡ് ചെയ്തുള്ളൂ. ഇവിടെ സമയം ഇവിടെ സമയം ഇപ്പോൾ രാത്രി 8:30. 14 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എത്തി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാലും എല്ലാം പെട്ടെന്ന് നടക്കും കടകളൊക്കെ. അപ്പോൾ ഫുള്ളായിട്ട് ഫ്രഷ് ചെയ്ത് മാറി പോകുമ്പോഴേക്കും എല്ലാം അടക്കും. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്ന്. ഞാൻ ഫുഡ് കഴിക്കണത് കാണിക്കാൻ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഇവിടെ 24 മണിക്കൂറാണ് ഇവിടുത്തെ ലേ ഓവർ. ബട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ടൈം ഡിഫറൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും രാത്രി മൂങ്ങനെ പോലെ ഇരുന്ന് രാവിലെ ആകുമ്പോഴാണ് ഉറങ്ങുക. 2 കൊല്ലത്തോളം ഇവിടെ ചെയ്യാൻ വേണ്ടി ഇതുവരെ രാവിലെ കണ്ടിട്ടില്ല ഞാനിവിടെ. അതാണ് ഗൈസ് ദി അതർ സൈഡ് ഓഫ് ക്യാബിൻ ക്രൂ ലൈഫ്. മിക്കവർക്കുണ്ടത്, മീൻസ് അല്ലെങ്കിൽ അത്രയും എനർജി പിന്നെ സംഹരിച്ച് പോണവരുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാറ്റി നമുക്ക് ഫുഡ് മേടിക്കാൻ പോകണം. ഇവിടെ അടുത്തൊരു നല്ല കബാബ് പ്ലേസ് ഉണ്ട്. പിന്നെ വേറെ കുറച്ച് അങ്ങനെ ഉണ്ട്. നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്താണ്. നമുക്ക് ഓപ്ഷൻസ് കുറവാണ്. അപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പോയി കഴിക്കാൻ പോവാണ്. അപ്പം അതിന് മുന്നേ ഞാൻ വെറുതെ വേറൊന്നുമില്ലല്ലോ കാണിക്കാൻ. അപ്പം ഞാൻ ഫസ്റ്റ് വെറുതെ നിങ്ങൾക്ക് ഇവിടുത്തെ റൂം ടൂർ കാണിച്ചു തരാം. ചെറിയ റൂമാണ് കേട്ടോ, കുഞ്ഞു റൂമാണ്. ഞാനത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ റൂം. ഞാൻ വന്നതിൻ്റെ കുറച്ച് അലമ്പുണ്ട്. ഇത് തൊപ്പി, ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ വാട്സപ്പിൽ ഹാൻഡ് ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹാൻഡ് ബാഗും പിന്നെ നമ്മുടെ ക്യാബിൻ ട്രോളിയും പിന്നെ ഇതിപ്പോൾ ഞാൻ പോകാൻ വേണ്ടി എടുക്കുന്ന ഡ്രസ്സാണ് ഗൈസ്. എൻ്റെ അടുത്ത് നമ്മൾ ഹോട്ടലിലാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ അതേ സൂട്ട് കേസ്. ഇതാണ് ഒരു ഓവർവ്യൂ ഓഫ് ദ റൂം. ഇതൊരു ചെറിയ റൂമാണ് കേട്ടോ. ഇതാണ് വ്യൂ ആണെന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ബിൽഡിങ് മാത്രമേ ഉള്ളൂ. പത്തോട്ടിറങ്ങിയാൽ വ്യൂ ആണോള്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് പോവാം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയായിക്കാണ്. കട അടക്കുന്നതിന് മുന്നേ നമുക്ക് ഓടിപ്പോയി നമ്മുടെ ഫുഡ് മേടിക്കാം. ഡോണ്ട് ജഡ്ജ് മൈ കോലം. ഫുഡ് കിട്ടൂലല്ലോ അല്ലെങ്കിൽ കടടച്ച് പോകുമെന്നുള്ളൊരു രീതിയിൽ പെട്ടെന്ന് റെഡിയായി പോകുന്നൊരു കുട്ടിയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ബൈ പറയാൻ പോവാണ്. കീ എടുത്താൽ ഒന്ന് നോക്കട്ടെ. ഓക്കെ, റൂം നമ്പറും നോക്കും, ഫോട്ടോ എടുക്കും. ഫുഡ് കഴിക്കാനുള്ള സന്തോഷം. നല്ല വെതറാണ് ഇവിടെ. ഇപ്പോൾ അത്യാവശ്യം ഇവിടെ ഓസ്ട്രേലിയൻ്റെ നമ്മുടെ നോർമൽ വെതറിനെക്കാട്ടും വേറെ വിരുദ്ധമായ വിധത്തിലൊക്കെ ഏകദേശം പക്ഷെ ഇവിടെ കിട്ടും. ഇതിപ്പോൾ നല്ല കാറ്റും അത്യാവശ്യം തണുപ്പ് അങ്ങനത്തെ. നമ്മുടെ സമ്മറാകുമ്പോൾ ഇവിടെ വിൻ്റർ കൂടെ സമ്മർ അങ്ങനെ വിപരീതമായിട്ട് ഞാൻ ഏതൊരു വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടത്. ഇവിടെ ഗാലറിയാണത് പറഞ്ഞിട്ടുള്ളത്. ടു മച്ച് കാറ്റ്. സിഡ്നി തെരുവുകളിലൂടെ കുട്ടിയും പോകുന്നു. ഇഷ്ടമാണ് ഗൈസ്. അവിടെയാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകേണ്ടത്. പോകുന്ന റെസ്റ്റോറൻറ്റാണ്. ഇതൊക്കെ അടച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇതൊക്കെ പോകുന്ന റെസ്റ്റോറൻറ്റ് അടച്ചിട്ടും പെട്ടെന്ന് അടച്ചു. ഒരു ചായ കുടിക്കാം. ചായ മിൽക്ക് ടീ എടുക്കാം. നമ്മൾ ഒരു മിൽക്ക് ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. തുടർന്ന് നമ്മൾ ചായ മിൽക്ക് ടീ. എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേത് മേടിച്ചിട്ട്
ഇത് മേടിക്കാൻ ഇഷ്ടം. പക്ഷെ എന്ന് വെച്ചാൽ അത് മേടിച്ചപ്പോൾ വരുമ്പോഴേക്ക് കടമൊക്കെ അടച്ചു. അത് കുറച്ച് കൂടെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇതുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ മിൽക്ക് വെച്ചൊന്ന് തട വെക്കുന്നത്. നൈസ്. നമ്മൾ ഇസ്ലാം കബാബ് കഫേ പോകണം കഴിച്ച്. ചെറിയ ഉപ്പാണ് പക്ഷെ എടുത്താൽ കബാബ് ഷവർമ്മയൊക്കെ അടിപൊളിയാണ്. ചെറിയൊരു ഷോപ്പാണ് പക്ഷെ ഇവിടുത്തെ അടിപൊളിയാണ്. നമ്മൾ ഇവിടെയും കുറച്ച് നേരം ഇരിക്കും ഫുഡ് ഇടുന്നവരെ. നമ്മളെ ആൾക്കാർ കൊറിയക്കാർ അവരൊക്കെ വന്ന് മേടിക്കണം. ഞാൻ ഇതുവരെ ഇവിടുത്തെ ബീഫ് കഴിച്ച് നോക്കിയിട്ടുണ്ടായില്ല. ഓൾവേസ് ചിക്കൻ, ചീസ്, ഫ്രൈസ് അത് മിക്സാക്കിയ സാധനമല്ല. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ബീഫ് കഴിച്ച് നോക്കാറുണ്ട്. ട്രൈ. ഞാൻ പൊതുവെ ഒന്നാണ് മേടിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഒരു ബീഫ്, ഒരു ചിക്കൻ, പിന്നെ കൂടാത്തിന് ഫ്രൈസും പറഞ്ഞു. എങ്ങാനും ഞാൻ നാളെ രാവിലെ എണീറ്റില്ലെങ്കിൽ പിന്നെ വെറും വയറ്റിൽ ഫ്ലൈറ്റിനുണ്ടേ. അപ്പോൾ അത് ഓർത്ത് ഞാൻ വിചാരിച്ചെന്നാൽ പറയാം. നാളെ എണീറ്റ് വരാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞിരിക്കട്ടെ. ഫുഡ് കിട്ടി ഗൈസ്. ഫുഡ് കിട്ടി. നമുക്ക് സ്വസ്ഥമായ സ്ഥലത്ത് പോയിരുന്ന് കഴിക്കാം. ഓക്കെ. ഇവിടെ നമ്മുടെ നിൽക്കണ ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു പുഴയുണ്ട്. പുഴയാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനൊരു സപ്പോർട്ട് അവിടെ നല്ലതാണ്. പക്ഷെ അത് സംഭവിച്ചാൽ ഇവിടെ തണുപ്പുണ്ട്. അല്ല വെതർ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല. ഭാഗ്യം ഏതൊരു ട്രിപ്പിലെടുത്തിട്ടത് അല്ലെങ്കിൽ സിനായനെ. Again we have to wait for the signal. കുഞ്ഞിങ്ങനെ കുത്തി പച്ചയാണോ അമ്മിങ്ങനെ നോക്കിക്കണം. പുറത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു കഴിക്കാൻ. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വളരെയധികം തണുപ്പും അതിലേറെ കാറ്റും. പിന്നെ ഞാൻ കഴിക്കുന്ന സമയത്ത് പിന്നെ അതും ഓക്കെ സഹിച്ച് കഴിക്കാന്ന് വെച്ചപ്പോൾ കഴിക്കാനുള്ള സ്ഥലത്ത് ലൈറ്റും ഇല്ല. കുറേ ചെടികളുടെ ഇടയിൽ ഉള്ളിലിരിക്കണമെന്നൊരു സ്ഥലം. നമുക്ക് കഴിക്കാമല്ലോ. പൈസ റിസ്ക് നമുക്ക് ആസ്വദിച്ച് കഴിക്കണമല്ലേ, ആസ്വദിച്ച് നമുക്ക് കഴിക്കാം. ഓക്കെ. ഫുഡൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വന്ന് പെട്ടെന്ന് കുളിച്ച് മേക്കപ്പൊക്കെ മാറ്റി വേണം നമുക്ക് ആ മേടിച്ച ഫുഡൊക്കെ ഒന്ന് സമാധാനമായിട്ട് കഴിക്കാൻ. ഓക്കെ, പെട്ടെന്ന് മാറി വരാം. അപ്പോൾ നമ്മളങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. ഇനിയിപ്പോൾ കുറച്ച് സ്കിൻ കെയർ ആവാമെന്ന് കരുതി. സ്കിൻ കെയർ